ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരങ്ങളിൽ വിനീതമായി നമസ്കരിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ശിക്ഷാഗുരുവിൻ്റെയും പാതാരങ്ങളുടെയും നമസ്കൊണ്ട് നമുക്ക് ജയരാധമാധവ ചൊല്ലിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീ ജനവല്ലഭ ജയ ഗോപീ ജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന ജനരഞ്ജന നന്ദന വ്രജനരഞ്ജന യമുന തിരവനചാരി യമുന തിരവനചാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീ ജനവല്ലഭ ജയ ഗോപീ ജനവല്ലഭ ജനരഞ്ജന യശോദനന്ദന ജനരഞ്ജന യശോദനന്ദന യമുന തിരവനചാരി യമുന തിരവനചാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ. ജയ ഗൗരഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഗോര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ഗോര ഹരി ബോൽ ഹരി ബോൽ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ അധ്യായം 5 ശ്ലോകം 113. ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം.
ശ്ലോകം 113. യുഗമന്യന്തേ ദേധാരി ജ്ഞാന അവതാര ധർമ്മ സംസ്ഥാപനകരെ അധർമ്മ സംഹാര. യുഗങ്ങളിലും മന്യന്തരങ്ങളിലും അവിടെ ധർമ്മതത്വങ്ങൾ സ്ഥാപിക്കുന്നതിനും അധർമ്മത്തെ സംഹരിക്കുന്നതിനുമായി വിവിധ അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ ഇതില് ഭാവത്തിൽ പറയുന്നത് ക്ഷീരസാഗരത്തിൽ സഹിക്കുന്ന വിഷ്ണു ഭഗവാൻ വിശ്വനിയമങ്ങൾ സംരക്ഷിക്കുന്നതും ഉപദ്ര കാരണങ്ങൾ നശിപ്പിക്കുന്നതിനും നാനാരൂപങ്ങൾ അവതരിക്കുന്നു. അനന്തരം അത്തരം അവതാരങ്ങൾ ഓരോ മന്യന്തരത്തിലും, അതായത് ഓരോ മനുവിനെയും ഭരണകാലത്ത് ദൃശ്യമാവും. ബ്രഹ്മാവിന്റെ ഒരു പകലിനുള്ളിൽ അത്തരം 14 മനുക്കൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു മന്വന്തരം എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ഒരു പകലാണ്. അപ്പൊ അതില് 14 മനുക്കൾ എന്താണ് 14 മനുക്കൾ അവര് പ്രത്യക്ഷമാവുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ബ്രഹ്മദേവന്റെ ഒരു പകലെന്ന് പറയുന്നത് 4 യുഗങ്ങൾ 1000 പ്രാവശ്യം കറങ്ങുന്നതാണ്. അപ്പൊ അതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ അപ്പൊ ഈ ഒരു പകൽ സമയത്തിനുള്ളിൽ തന്നെ 14 മനുക്കള് അതായത് പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, അപ്പൊ ഈ യുഗങ്ങളിലും മന്ദിരങ്ങളിലും അവിടുന്ന് യഥാർത്ഥ ധർമ്മത്തെ സ്ഥാപിക്കുന്നതിലും അധർമ്മത്തെ സംഭരിക്കുന്നതിൽ വിവിധ അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് ഭഗവാൻ ഈ മന്യനഗരങ്ങളിൽ 14 അവര് 14 മനുക്കൾ ജനിക്കുകയും അതുപോലെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ 100 ദിവസം കഴിയുമ്പോൾ ഭഗവാന്റെ, അതായത് ബ്രഹ്മദേവന്റെ ആയുസ്സത്തിലും അതാണ് മഹാപ്രളയം. മഹാപ്രളയത്തിൽ എല്ലാം നശിക്കുന്നു. അതായത് ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മദേവനും ആ സമയത്തുള്ള ഭക്തന്മാർ മാത്രം എല്ലാം നശിക്കുന്നു. ആ രീതിയിലാണ് ആ പ്രളയത്തിന്റെ ഇത് നടക്കുന്നത്. ഇപ്പൊ ഇത് ഭഗവാൻ ഈ 2 കാരണങ്ങൾ ഇതിൽ എന്താണ്, അത് അതിന്റെ വിശ്വ നിയമങ്ങൾ പരിപാലിക്കുന്നതിനും അതുപോലെ തന്നെ അധർമ്മ അതുപോലെ തന്നെ മിസ്ക്രിയൻസിനെ വകവരുത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ അത് ഭഗവാന്റെ ഭഗവത് ധർമ്മങ്ങൾ നിലനിർത്തുക, അതുപോലെ തന്നെ ഭഗവത് ധർമ്മത്തിന് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് ഉന്മൂലനം ചെയ്ത് രണ്ടിനും വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ഈ ക്ഷീരോദായ വിഷ്ണുവിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും ആവിർഭവിക്കുന്നത്. അതിന്റെ ഉദ്ദേശം അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. 14 ദേവേഗണേന പായാദർശന ക്ഷീരോദക തീരയായ കരേന സഭ. ഇവര് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ആർക്കും, ദേവന്മാർക്കോ അല്ലെങ്കിൽ ഭൂമി വസിക്കാൻ താഴെ താമസിക്കുന്നവർക്കോ ഒന്നും തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്ഷീരോദായ വിഷ്ണുവിനെ കാണാൻ സാധ്യമല്ല. അവർക്ക് ദൃശ്യമില്ല. പക്ഷെ എന്താണ്, അവര് ഈ ദേവന്മാരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ബ്രഹ്മദേവനോട് പറയും. അങ്ങനെ ബ്രഹ്മദേവനുമായിട്ട് ദേവന്മാർ ചെന്ന് ക്ഷീരസാഗരത്തിന്റെ അവിടെ ചെന്നാണ് പ്രവർത്തനം കൽപ്പിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്. ഈ രീതിയിലാണ് ഭഗവാൻ അവതാരങ്ങൾ കൈക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അത് ഒത്തുതീർപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് എതിരായിട്ട് നിൽക്കുന്ന
അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭക്തന്മാരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ അവതാരങ്ങൾ. ആ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പതിനഞ്ച് അഭേ അവതാരികാരെ ജഗത് പാലന ആനന്ദ വൈഭവ തന്നര ലോകത്തിന്റെ പരിപാലനത്തിനായി അവതരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ എന്താണ് മാഹാത്മ്യം, അതാണ് നമ്മൾ ഇതിന്റെ സബ്ജക്റ്റ് തന്നെ, ശ്രീ നിത്യാനന്ദ ബലരാമന്റെ എന്താണ് മാഹാത്മ്യം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മാഹാത്മ്യമാണ് ഈ സമയങ്ങളിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ഇത് നമ്മൾ 113 ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ എന്താണ്, അതായത് അദ്ദേഹം ധർമ്മത്തെ പരിപാലിക്കുകയും അതുപോലെ തന്നെ അധർമ്മത്തെ സംഹരിക്കുന്നതിനായിട്ട് അദ്ദേഹം അവതരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ശ്ലോകം 115 അവതാരികാരെ ജഗത് പാലന ആനന്ദ വൈഭവ തനരന. അപ്പോഴവിടുന്ന് ഭൗതിക ലോകത്തിൽ പരിപാലനത്തിനായി അവതരിക്കുന്നു, അവിടുത്തെ അളവറ്റ ഐശ്വര്യങ്ങൾ ഗണിക്കാനാണ്. ഈ രീതിയിലാണ് ഭഗവാന്റെ അവതാരങ്ങൾ സാധാരണയായി സംഭവിക്കാറുള്ളത്. അപ്പൊ ഇതിനൊക്കെയുള്ള ശക്തി ഭഗവാൻ ബലരാമനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനന്തശേഷൻ ഉണ്ട്. അതായത് ക്ഷീരോദയ വിഷ്ണുവിൽ നിന്നാണ് അവതാരങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള നമ്മൾ തുടർന്നുള്ള സൗകര്യം മനസ്സിലായ മറ്റുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 116 ശ്രീ വിഷ്ണുഹായ എന്നത് അംശ ശ്രീ പ്രഭു നിത്യാനന്ദ സർവ അവതംശ. പക്ഷെ ആ വിഷ്ണു ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സായ നിത്യാനന്ദ പ്രഭുവിന്റെ അംശ വിസ്തരണമാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നത് വീണ്ടും, അതായത് പക്ഷേ ആ വിഷ്ണു ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സായ നിത്യാനന്ദരാമന്റെ ഒരു അംശ വിസ്താരമാണ്. അതായത് അംശത്തിന്റെ അംശമായിട്ടുള്ള, നമുക്കറിയാം ഭഗവാൻ എന്ന് പറയുന്നത് ഏതേ അംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള അംശാവതാരങ്ങളോ അല്ലെങ്കിൽ അംശാവതാരങ്ങളുടെ അവതാരങ്ങളോ ഒക്കെയാണ്. പക്ഷെ കൃഷ്ണാവതാരത്തിന്റെ പൂർണ്ണാംശ ഭഗവാൻ കൃഷ്ണ സ്വയം ഒന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്താണ്? അതില് ഭാവാർത്ഥത്തില് ശ്വേതദ്വീപിന്റെ നാഥനെ സൃഷ്ടിക്കാനും സംഹരിക്കാനും അളവറ്റ ശക്തിയുണ്ട്. അതിസങ്കീർണമായ സാക്ഷാൽ ബലരാമൻ തന്നെയായ നിത്യാനന്ദ ശ്വേതദ്വീപിന്റെ മൗലിക രൂപം. ഈ ശ്വേതദ്വീപ് എന്ന് പറയുന്ന അതിന്റെ മൗലിക രൂപം എന്ന് പറഞ്ഞ സാക്ഷാൽ നിത്യാനന്ദ പ്രഭു എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഗുണങ്ങളുടെ മാഹാത്മ്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ശ്ലോകം 17 ശ്രീ വിഷ്ണു ശേഷ രൂപേ ധരേന ധരണി അതേ വിഷ്ണു ഭഗവാൻ അനന്തശേഷന്റെ രൂപത്തിൽ ലോകങ്ങളെ തന്റെ ശിരസിൽ വഹിക്കുന്നു. തന്റെ ശിരസുകളിൽ അവയുടെ സ്ഥിതി അനുഭവപ്പെടുത്ത പ്രപഞ്ചത്തെ തന്റെ ശിരസിൽ വഹിക്കുന്നു. അത് അനന്തശേഷൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ശിരസിൽ അദ്ദേഹം വഹിക്കുന്നു. തന്റെ ശിരസിൽ അവരുടെ സ്ഥിതി തുലം അനുഭവപ്പെടുത്താത്തതിനാൽ അവ എവിടെയാണെന്ന് പോലും അവിടുന്ന് അറിയുന്നു. പറഞ്ഞ അദ്ദേഹം എത്രയോ നിസ്സാരമായിട്ടാണ് പ്രപഞ്ചങ്ങളെല്ലാം തന്റെ എന്താണ് ഈ പറയുന്ന പണങ്ങളിൽ അദ്ദേഹം നിലനിർത്തുന്നത്. അതിന്റെ ഭാരം എത്രയാണെന്ന് പോലും മറ്റേ ആൾക്കാർക്ക്, സാധാരണ ഒരാള് ഭാരം വഹിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നമുക്ക് അതിന്റെ പ്രതിഫലനം അറിയാം.
അതായത് വെയിറ്റ് നമ്മൾ പറയുന്നത് കഠിനമായിട്ടുള്ള ഭാരമാണെങ്കിൽ മുഖത്ത് നമുക്ക് അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. പക്ഷേ ഈ വിശ്വപ്രപഞ്ചം 5 ലക്ഷം ഇത് മൈൽ എന്നാണ് പറയുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പൊ അത്രയും ഭീമ കേൾക്കാം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. സൗണ്ട് ഇല്ലല്ലോ. കേൾക്കാം പ്രഭുജി, പക്ഷെ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ല. കേട്ടൂടാ പ്രഭു, ഭഗവാന്റെ ഒന്നും കേട്ടൂടാ. ഇടയ്ക്ക് കേട്ടൂടായിരുന്നു പ്രഭുജി, ക്ഷമിച്ചാല്. ഓക്കെ, ഇതിടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. അപ്പൊ ഇത് നമുക്കറിയാം, 1000 എന്താണ് പണങ്ങളുള്ള അനന്തദേവൻ, അദ്ദേഹം തൻ്റെ ഈ പ്രപഞ്ചങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ പണങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അത് ആ പണങ്ങളിലുള്ള ഉജ്ജ്വല രത്നങ്ങളുടെ പ്രഭയാൽ അത് സൂര്യനേക്കാൾ തേജസ്സുള്ളതാണെന്നാണ്, അല്ലെ അതിനേക്കാൾ മനോഹരമാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം എന്താണ് അത് ഐശ്വര്യം ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എത്ര നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 119 പഞ്ചസത്വയോജന പൃഥിവിസാര ഏകാപർണേ ദേഹേ സർഷാകാര വർത്തനം. 500 ദശലക്ഷം യോജന വ്യാസമുള്ള പ്രപഞ്ചം അവിടുത്തെ ഒരു പണത്തിന്മേൽ ഒരു കടുകുമണി പോലെ വിശ്രമിക്കും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇതിന് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രപഞ്ചത്തിന്റെ വിസ്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ വരെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അതായത് 500 ദശലക്ഷം ജനവ്യാസമുള്ള പ്രപഞ്ചം. ഒരു പ്രപഞ്ചത്തിന് ഇത്രയും വിസ്തീർണമുണ്ട്. അപ്പൊ അത് ഒരു ഭണത്തിലാണ്. ആദിശേഷന് ഒരു പ്രപഞ്ചം 5 ദശലക്ഷം വിസ്തീർണമുള്ള ഒരു പ്രപഞ്ചം അദ്ദേഹത്തിന്റെ ഒരു പണത്തിലാണ് നിലനിർത്തുന്നത്. മാത്രമല്ല അത് ഒരു കടുക് മണി പോലെ വിശ്രമിക്കുന്നു. അപ്പൊ എന്താണ് കടുക് മണി എന്ന് പറയുന്നത്? അത്രയ്ക്ക് വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ അത്രയ്ക്ക് അദ്ദേഹം അത് വഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പണത്തിലാണ് ഇത് നിലനിർത്തുന്നത്, ഒരു പ്രപഞ്ചത്തെ. മാത്രമല്ല അത് ഇതുപോലെയാണ് അദ്ദേഹം അത് വഹിക്കുന്നത്, ഒരു കടുക് മണിയുടെ ഇതില്. ഇതില് ഭാവാർത്ഥത്തില് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊന്നും ഭാവാർത്ഥമൊന്നും ഇല്ല. ഇതില് അത് പറഞ്ഞ ശേഷദ്വീപിന്റെ നാഥൻ, അതായത് ശേഷൻ അനന്തശേഷൻ അദ്ദേഹം തന്നെയാണ് നമ്മള് 3 വിഷ്ണു വിസ്താരത്തില് നമ്മൾ പറയുന്നത്. മഹാവിഷ്ണു, ഗർഭോദായ വിഷ്ണു, ക്ഷീരോദായ വിഷ്ണു. ക്ഷീരോദായ വിഷ്ണുവിൽ നിന്നാണ് അവതാരങ്ങളെല്ലാം ഭൂമിയിൽ കൈക്കൊള്ളുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ശേഷദ്വീപിന്റെ നാഥൻ എല്ലാ ലോകങ്ങളിലും തന്റെ അസംഖ്യം ഫലങ്ങൾ വഹിക്കുന്ന ശേഷനായി വിസ്തരിക്കുന്നു. ബൃഹത്തായ ഗോളങ്ങൾ
ജന്മ സംയമം ത്രിഭീർവിഹീനം അനന്തം ഋഷയ ന വേദ സിദ്ധാർത്ഥം ഇവ കച്ചിതം ഭൂമണ്ഡല ദുർസഹസ്ര താമസ്യ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതില് അല്ലയോ ഭഗവാനെ, അവിടുന്ന് സൃഷ്ടി സ്ഥിതി സംഹാരയുടെ ഫലവത്തായ കാരണമാണെന്ന് വേദമതങ്ങൾ ഘോഷിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ അവിടുന്ന് എല്ലാ പരിമിതികൾക്കും അതീതനാണ്. ആയതിനാൽ അനന്തെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങയുടെ അസംഖ്യം ഭണ്ണങ്ങളിൽ എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ വിശ്രമിക്കുന്നു. അങ്ങേക്കവ നിസ്സാരങ്ങളായ കടുകുമണികൾ പോലെയായതിനാൽ അവയുടെ ഭാരത്തെക്കുറിച്ച് ഒരു പ്രത്യക്ഷ ബോധവുമില്ല. ഭാഗവതത്തിൽ കൂടുതലായി പറയുന്നു. ഇതില് ഭഗവാൻ ഈ പ്രപഞ്ചങ്ങളെ തന്റെ ശിരസിൽ വഹിക്കുന്നെങ്കിലും അതൊക്കെ ഒരു കടുകുമണി പോലെ എന്ന് പറഞ്ഞാൽ വളരെ അനാശയനാണ് അത് ക്യാരി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രമല്ല അനന്തൻ എന്നുള്ള പേര് വന്നിരിക്കുന്നതിൻ്റെ ഒരു സംഘർഷണം എന്നുള്ള പേര് വരാനുള്ള കാരണം ആ ഗുരുത്വ ആകർഷണമാണ്. നമുക്ക് അധ്യായത്തെങ്ങോട്ടാ പറയുന്നത് എല്ലാം ഭൂമി അതിലേക്ക് എല്ലാ വസ്തുക്കളെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകർഷണം. അപ്പൊ സംഘർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണം, അതിൽ നിന്നുള്ള നമ്മളെ ഈവൻ സയന്റിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും അനന്തൻ എല്ലാത്തിലെയും അനന്തുള്ള പേരിന്റെ അർത്ഥം തന്നെ അദ്ദേഹം എല്ലാത്തിലേക്കും ആകർഷിക്കും. ഭഗവാൻ അനന്തശേഷനും ആ സംഘർഷം എന്നുള്ള പേര് വരാൻ കാരണം അനന്തമായിട്ടുള്ള അകർഷം എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ്. ഇതിന്റെ ഭഗവാന്റെ ഈ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ സൃഷ്ടി സംഹാരത്തെ പറ്റി ഈ 5-ാമത്തെ സ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പം വായിച്ചത്. അടുത്തത് 5-ാമത്തെ അധ്യായത്തിന് 25-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലും യദ്യേതും ക്ഷിതിമണ്ഡലം ഭഗവതോ അനന്തമൂർത്ത സഹസ്ര ശിരസ ഏവ ശീർഷണി ദിയാമാണം സിദ്ധാർത്ഥ വിവരിച്ചത്. അനന്ത ഭഗവാനായ കണക്കിന് പണ്ണങ്ങളുണ്ട്. ഓരോന്നും കടു വിത്ത് പോലെ കാണപ്പെടുന്ന പ്രപഞ്ചഗോളത്തെ താങ്ങുന്നു. ഇതും ഭാഗത്ത് പറഞ്ഞ ഈ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇപ്പം നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഭാഗത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ 17-ഉം 25-ഉം അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രഭാത ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ കൂടുതലുള്ള വിവരണമാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇത് ആദ്യം നമ്മൾ എന്താ ബേസിക് സ്റ്റഡി എന്ത് ഭഗവത്ഗീത എന്ന് പറയുന്നത് അത് ഭഗവാൻ പറഞ്ഞ കാര്യമാണ്. ശ്രീമദ് ഭാഗവതം ഭഗവാനെ പറ്റി ഭക്തന്മാര് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ എന്താണ് ഉയർന്ന വേർഷനാണ് നമ്മൾ ശ്രീ ചൈതന്യ ചരിതാമൃതം. വളരെ പെട്ടെന്ന് നമുക്ക് ചൈതന്യ ചരിതാമൃതം ഉൾക്കൊള്ളാൻ സാധിക്കും. ശ്ലോകം 120 സെയ് അനന്തശേഷ ഭക്ത അവതാര ഈശ്വരേര സേവവിന നഹി ജനെ ആര. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആ അനന്തശേഷൻ ഭഗവാന്റെ ഭക്ത അവതാരമാണ്. ഭഗവത് സേവനം അല്ലാതെ മറ്റൊന്നും അവിടുന്ന് അറിയില്ല. അവിടുന്ന് അതായത് അനന്തശേഷൻ അറിയില്ല. ഇതാണ് ശരിക്കും അനന്തശേഷന്റെ എന്താണ് മൂലസ്ഥിതി, കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷനാണ്. എന്താണ് ഈ പറഞ്ഞ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ 120-ാമത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുക. ആ അനന്തശേഷൻ ഭഗവാന്റെ ഭക്ത അവതാരമാണ്. ഇത് ഭഗവാന്റെ ഭക്ത അവതാരമാണ്. ഭഗവത് സേവനം അല്ലാതെ മറ്റൊന്നും
അനന്തശേഷൻ ആദ്യം അവതരിച്ച് ഭഗവാനുള്ള എല്ലാ പാരപേർണിയായി നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാ ഭഗവാന് ഓൾ പാരപേർണിയ നമ്മൾ ചെയ്യുന്ന ഏത് ഭഗവാൻ ഡിവോഷണൽ സർവീസ് ബന്ധപ്പെട്ട ഓൾ പാരപേർണിയ പൂജയായാലും ഓഫറിംഗ് ആയാലും ഏതും അതെല്ലാം എന്ന് പറയുന്നത് സാക്ഷാൽ അനന്തശേഷൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് ഭഗവാനെ സേവിക്കുന്നതിന് എല്ലാ ഈവൻ എന്താണ് നമ്മൾ പറയുന്നത് ബെഡ് പോലും ഭഗവാൻ കിടക്കുന്ന അനന്തശയന നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ആരാണ് ശയിക്കുന്നത്? സാക്ഷാൽ വിഷ്ണുവാണ് അവിടെ ശയിക്കുന്നത്. അപ്പൊ അത് ആര് അതുകൊണ്ടാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ആദി ഗുരുവാണ്. ബലരാമൻ എന്ന് പറയുന്നത് ആക്ച്വലിയാണ് അദ്ദേഹമാണ് ആദി ഗുരു. മാത്രമല്ല ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചിന്തിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഡിവോഷണൽ സർവീസ് നമ്മള് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് സർവ് ചെയ്യേണ്ടത്, അതാണ് അത് നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയാണ് അനന്തശേഷൻ നമുക്ക് അതാണ് കാട്ടിത്തരുന്നത്. ഭഗവാൻ അനന്തശേഷൻ, അതാണ് ഭക്താവതാരം എന്ന് പറയുന്നത്. ഭഗവാനെ എങ്ങനെ സേവിക്കണമെന്നാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ടാണ് അനന്തശേഷന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം ഉണ്ടാകും. ഉദാഹരണം നമ്മള് ഭക്ത രഘുനാഥദാസ ഗോസ്വാമിക്ക് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു പാനി കെട്ടി, നമുക്കറിയാം. പാനി കൊടുത്തതെന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം ഉണ്ടെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യം നമുക്ക് അത്യാവശ്യം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ പോലും ഹരേ രാധാറാണിയാണ്, കൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ, രാമ ബലരാമൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ഭഗവാൻ ബലരാമന്റെ കാര്യം ഉണ്ടെങ്കിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം നമുക്ക് ഉണ്ടാകും. അപ്പൊ നമുക്ക് കൃഷ്ണാവതാരത്തിൽ ബലരാമനായിട്ട് അവതരിച്ചു അദ്ദേഹം. അതുപോലെ തന്നെ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ നിത്യാനന്ദ പ്രഭുവായിട്ടും അദ്ദേഹം അവതരിച്ചു. നമ്മൾ കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുറെ അകലെയായിട്ടുള്ള സ്ഥലത്തിലാണ്, കട്ട എന്ന സ്ഥലത്താണ് ഭഗവാൻ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുന്നേ അവതരിച്ചത്. നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ, അതായത് സങ്കീർത്തനത്തിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തെ. അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ ഭഗവാനെ സേവിക്കുക അല്ലെങ്കിൽ സഹായിക്കുക, അതാണ് ആനന്ദശേഷനിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് അധ്യാത്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭക്തിയെ പറ്റി കേൾക്കണം. ഭക്തി എന്താണെന്ന് അത് അറിഞ്ഞിരിക്കണം. സുഖോ അനുപഠിതോ ധ്യായ അദ്യതോ അനുമോദിത സദ്യ പുനാദി സദ്ധർമ്മോ ദേവ വിശ്വ അദ്രുഹോ അപിഹി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് പരമോന്നതനായ ഭഗവാന് വേണ്ടി നിർമ്മിക്കുന്ന പരിശുദ്ധ ഭക്തിയുടെ സേവനം ആധ്യാത്മിക തലത്തിൽ വളരെ ശക്തിയുള്ളതാണ്. അപ്പൊ അത്തരം അതീന്ദ്രിയ സേവനങ്ങളെ കുറിച്ച് ഒരാൾ ശ്രമിക്കുകയും അനന്തരം അവയുടെ മഹത്വങ്ങൾ കീർത്തിക്കുകയും അവയെ ധ്യാനിക്കുകയും ആദരപൂർവം വിശ്വാസപൂർവം അവയെ നമ്മൾ സ്വീകരിക്കുകയും അഥവാ മറ്റുള്ളവരുടെ ഭക്തി സേവനങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രം
ദേവന്മാര് മറ്റു ജീവസത്തുക്കളെയും വിദ്വേഷിക്കുന്ന വ്യക്തികൾക്ക് പോലും വളരെ പെട്ടെന്ന് പരിശുദ്ധി ായ തലമാണ് തീർത്ഥസ്ഥലം എന്ന് പറയും. നമുക്ക് ഭഗവത്ഗീതയെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും ഭഗവാൻ ഇതിന്റെ പറ്റി പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പറയുന്നു. മാത്രമല്ല 7ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായത്തിൽ ഭക്തിയെ പറ്റി മാത്രമാണ് പറയുന്നത്. ഭക്തിയുടെ സേവനത്തെ പറ്റിയാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ ഉള്ളിലുള്ള 6 അധ്യായങ്ങളിലാണ് ഭക്തി പറയുന്നത്. ഭക്തി അത്രയ്ക്ക് പവിത്രമാണ്, അത്രയ്ക്ക് പരിപാവനമാണ്. മാത്രമല്ല അതെപ്പോഴും നമുക്ക് എന്താണ്, എപ്പോഴും ഒരു ഗുരുവിന്റെ സഹായം, നമുക്ക് പരസഹായത്തോടു കൂടി മാത്രമേ സാധ്യമാണ്. ഒരു ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകും. ഭക്തി എന്ന് പറഞ്ഞാൽ ലതയാണ്. അപ്പൊ അതിന് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. അതായത് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റേഴ്സിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് സംഘർഷൻ അനന്തശേഷന്റെ അവതാര ഉദ്ദേശം എല്ലാം ഭക്ത അവതാരം. ഭഗവാനെ സേവിക്കുന്നതാണ് അൾട്ടിമേറ്റ് ഇന്റൻഷൻ അല്ലെ ഗോൾ ഓഫ് ദിസ് അവതാരം എന്ന് പറയുന്നത്. അത് അനന്തശേഷനാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ടാണ് ഡിവോഷണൽ സർവീസിലെ റിലേറ്റഡ് ഓൾ പാരഫെർമിയ. അപ്പൊ അങ്ങനെയുള്ള ഭക്തി ഭഗവത്ഗീത ഭഗവാൻ പറയുന്ന പോലെ ഭക്ത അതെന്താണ് ശേഷാം സതതയുക്താനം പരിതാം പ്രീതി പൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മമോദയാമി. സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഭഗവാൻ ആണ് പറയുന്നത്, ശേഷാം സതതയുക്താനം പരിതാം പ്രീതി പൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മമോദയാമി. അപ്പൊ നമുക്ക് ഭക്തിയിൽ നമ്മള് ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ, പരിശുദ്ധിയോടുകൂടി ഭഗവാനെ നമ്മൾ സേവിക്കുക, നമുക്ക് എന്ത് കുറവുണ്ടോ അത് ഭഗവാന് ദദാമി ബുദ്ധിയോഗന്തം, അത് ഭഗവാൻ തന്നെ നമുക്ക് ആ ബുദ്ധി തന്ന് എല്ലാ കുറവുകളും നികത്തും എന്നാണ് പറയുന്നത്. അതാണ് ഭക്തിയുടെ മഹത്വം. പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഭഗവാൻ ദദാമി ബുദ്ധിയോഗം, ഭഗവാൻ തന്നെ അത് നികത്തിത്തരുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭക്തി, ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഭക്താനാം അവിജാനാതി യാവാൻ ചർച്ചാസ്മി തത്വതഃ അതോ തത്വതോ ജ്ഞാത വിശദേ തദനന്തരം. 18.55. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയാൻ സാധിക്കത്തുള്ളൂ. ഭക്തിയിൽ പരിപൂർണം നേടുമ്പോൾ എന്താണ് വിശദേ തദനന്തരം, എന്റെ സാമ്രാജ്യത്തിലേക്ക്. അങ്ങനെയുള്ള ഭക്തി അത് എപ്പോഴും നമുക്ക് ഒരു ഭഗവാന്റെ തന്നെ ആധ്യാത്മിക ആചാര്യന്റെ കാരുണ്യത്തിലൂടെ നമുക്ക്. അതാണ് ചരിതാമൃതത്തിൽ പറയുന്നത്. എന്താണ് ബ്രഹ്മാണ്ട ബ്രഹ്മേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദ് ഭക്തിലത ബീജ. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തില് കൂടാനുകൂടി ആത്മാക്കൾ ഇങ്ങനെ അരഞ്ഞു നെടിഞ്ഞ് നടക്കുകയാണ്, വാണ്ടറിങ്. This condition for wandering like anything in this material world. ബ്രഹ്മാണ്ട കോനെ ബ്രഹ്മ ഭാഗ്യവാൻ ജീവ. അപ്പൊ അതില് വളരെ കുറച്ചായിട്ടുള്ള
ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആത്മാക്കൾക്ക് മാത്രമേ, അതായത് ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യത്താൽ ഭക്തിയിലെ ബീജം, അവരുടെ ഭക്തിയിലെ ബീജം കിട്ടുന്നത് ഭാഗ്യമാണ്, ഫോർച്ചുനേറ്റ് സോളിന് മാത്രമാണ്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, മനുഷ്യനാം സഹസ്രേഷു. അപ്പൊ പ്രപഞ്ചത്തിൽ എത്രയോ കോടാനുകൂടി ആൾക്കാരുണ്ട്. ഈവൻ ഭാരതത്തിൽ തന്നെ എത്രയാണ്, 160 കോടി ആൾക്കാരുണ്ട്. പക്ഷെ ഭക്തിയിലേക്ക് വരുന്ന എത്ര പേരാണ്? നമുക്ക് എത്രയോ പേരാണ്? അതാണ് ഭഗവാൻ മനുഷ്യാനാം സഹസ്രേഷു. 1000 പേരെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഒരു ഭക്തനെ കാണാൻ പറ്റും. അതാണ് 1000-ൽ ഒരാൾക്കാണ് ഈ ഭാഗ്യം കിട്ടുന്നത്. ഈ ഭൗതിക ലോകത്തിൽ, മെറ്റീരിയൽ വേൾഡ്, ഭക്തി അല്ലെ, ഭക്തി ലത അവരുടെ ഉള്ളിലാണ് അങ്കുരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ പല സ്ഥലത്തും ഭഗവാൻ ഭക്തിയുടെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. ഭഗവാൻ അത് ജനറലായിട്ട് പറയുന്നുണ്ട്, മാത്രമല്ല അർജുനനോട് പ്രത്യേകം പറയുന്നുണ്ട്. അർജുനോട് പ്രത്യേകം പറയുന്നുണ്ട്, ഭക്ത പ്രണന്യ ചക്ക അഹമേവാമിതോ അർജുന ജ്ഞാതും നൃത്തേ തത്വേന പ്രവേശിച്ചും പരന്തവ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയാം, നിന്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അഹമേവാമിതോ അർജുന. ഈ അർജുന, നിനക്കിപ്പം ഈ രൂപത്തിൽ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നത് നിന്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. തന്യ അതാ പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ ഭക്തി. കാരണം നമുക്കറിയാം അർജുനൻ സത്യഭാവത്തിലാണ് ഭഗവാനെ സേവിച്ചത്. അപ്പൊ അത് ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം 9 തരത്തിലുള്ള ഭക്തി. ഭഗവത്ഭക്തിയിൽ ശ്രവണം, കീർത്തനം, അത് റോയിൽ അങ്ങോട്ട് പോവാണെങ്കിൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സത്യം, മരണത്തിൽ കൂടി പ്രഹ്ലാദൻ വന്ദനം, അക്രൂര് സ്മരണം, വന്ദനം, അർച്ചനം, വന്ദനം, സഖ്യം, ആത്മീയതയാണ്. അങ്ങനെ പൂജിക്കുന്നത് വഴി വന്ദനം, സഖ്യം, അർജുനൻ സഖ്യഭാവത്തിലും, പാദസേവനം, ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ മടിയിൽ വെച്ച് സേവിച്ച് മടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എപ്പോഴും ഭഗവാന്റെ പാദങ്ങൾ ലക്ഷ്മി ദേവിയുടെ ആണ് പാദസേവനം. ഇതൊക്കെ അതിൽ ഈ നവഭക്തി ഒരെണ്ണം തന്നെ നമ്മൾ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഭഗവത് സന്നിധിയിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, നവഭക്തിയിൽ അതിൽ സഖ്യഭാവം അർജുനന്റെയാണ്. ഭഗവാൻ പറയുന്നത്, നിന്റെ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അർജുന നിനക്ക് രീതിയിൽ കാണാൻ സാധിക്കും. അതാണ് ഭക്തിയുടെ മഹത്വം. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഭഗവാൻ എങ്ങനെയാണ് സർവ് ചെയ്യുന്നത്? അതിന്റെ എംബോഡിമെന്റ് ഓഫ് ഡിവോഷൻ, ദാറ്റ് ഈസ് അനന്തശേഷ. എനിത്തിങ് related to devotional service or paraphernalia is the embodiment of Anandasesha. നമ്മൾ ഭക്തി സേവനം ചെയ്യുന്നുള്ള എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് അതിനുള്ള എന്താണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞ ഭഗവത് സേവനത്തിന് വേണ്ടി ഏത് ഓൾ സോർട്ട് ഓഫ് ടൂൾസ് അതെല്ലാം ആക്ച്വലി റെപ്രസെന്റ് ലോർഡ് അനന്തശേഷ. അതാണ് അദ്ദേഹത്തിന്റെ 10 അവതാരം.
ഭഗവാൻ എന്തിനാണ് അനന്തശേഷൻ എന്തിനാണ് അവതരിക്കുന്നത്? അദ്ദേഹം ഭക്ത അവതാരമാണ്. എങ്ങനെ ഭഗവാന് എന്താണ് പ്യൂരിറ്റിയോടുകൂടി എങ്ങനെ സർവ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ അവതാരങ്ങളെല്ലാം എന്ന് പറയുന്നത്. പല അവതാരങ്ങളിൽ അദ്ദേഹം ഒന്ന് എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ കൃഷ്ണാവതാരമായാലും നിത്യാനന്ദ അവതാരമായാലും ശരി, അതുപോലെ തന്നെ ശ്രീരാമേന്ദ്ര ലക്ഷ്മണാവതാരമായാലും ഒക്കെ അദ്ദേഹം എന്താണ് ചെയ്തത് അതൊക്കെ നമുക്കറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് 220-ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അദ്ദേഹം ഭക്ത അവതാരം മാത്രമല്ല അദ്ദേഹം ആദി ഗുരുവും കൂടിയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഭഗവാനെ സർവ് ചെയ്യുന്ന, ഭഗവാന്റെ ഭക്തനെ എങ്ങനെയാണ് സർവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള അവതാര ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭക്തി അത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ്. ഭാഗ്യവാൻ ജീവ, ഈ ഭൗതിക ലോകത്തിലെ ഭാഗ്യവാന്മാരായിട്ട് ഉള്ളവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഗുരു പ്രസാദ് ഭക്തി ലതാവീല, ഗുരുവിന്റെ ഭഗവാന്റെയും കാരുണ്യം ഉള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഭക്തി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹം ഈ അനന്തശേഷന്റെ അവതാരം എന്ന് പറഞ്ഞ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സഹസ്രവദന കരി കൃഷ്ണ ഗുണഗാന, നിരവധി ഗുണഗാന അന്തനാഹി പഠന. അതിന്റെ അർത്ഥം അവിടുന്ന് തന്റെ ആയിരക്കണക്കിന് വായികളാൽ കൃഷ്ണ ഭഗവാന്റെ മഹിമകൾ ആലപിക്കുന്നുവെങ്കിലും ഭഗവത് ഗുണങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പൊ 1000 ഖണ്ഡങ്ങളുള്ള അനന്തശേഷൻ ഭഗവാന്റെ ഗുണകഥകൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. Complete, even though he can't complete it, to glorify glories of Lord Krishna, that also even using thousands of mouths, even though he can't complete. So just imagine, even another station also can't complete the glories of Lord Krishna. So that is another thing, another Krishna. He says his all services and endless. He is still continuing. He is glorifying. So just imagine how much quality have Lord Krishna. Because he is the Vistara Avadara. But this Vistara Avadara, Bhakta Avadara, even he can complete the glories of Lord Krishna. Punakatha. അപ്പൊ അതുകൊണ്ടാണ് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ കപിലദേവൻ ഈസ് ആൾസോ ദി ഇൻകാർണേഷൻ മയി സർവ ഗുഹാസേ അവിഛിന്നം യഥാ ഗംഗായ അമ്പദൗ അമ്പടൗ ലക്ഷണം ഭക്തി യോഗസ്യ നിർഗുണസ്യ ഉദാഹൃതം അഹൈതി അപ്രഹിതഹത്യ ഏ ഭക്തി പുരുഷോത്തമം. അപ്പൊ ശരിക്കുള്ള പ്യൂർ ഡിവോഷൻ എന്താണ്, അതിന്റെ തുടക്കം എങ്ങനെയാണ്? സോ ലോർഡ് കപിലദേവ മദർ സ്വന്തം അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്, മൈ ഗുണ കഥ ശ്രവണേനച്ച, എന്റെ ഗുണകഥകൾ ശ്രവിക്കുന്ന മാത്രയിലാണ് സർവഗുഹ ആശ്രയേ, സർവ അതായത് സർവചരാചരങ്ങളുടെ, അതായത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ ഉണരുന്ന, ഭഗവാനുള്ള ഭക്തി ഉണരണമെന്നുണ്ടെങ്കിൽ
ശ്രുതോ അനുപഠിതോ, അത് നമ്മൾ അതേപടി നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക. പുട്ട് പ്രാക്ടീസ്, ധ്യാത, അതിനുശേഷം അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. നമുക്ക് എത്ര എത്ര നല്ല രീതിയിൽ ഭക്തിയോട് ശുദ്ധിയോടും കൂടി ഭഗവാനെ സേവിക്കുക. ഭക്തിയെ പറ്റി കേൾക്കുക, അത് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ, ശ്രമിക്കുക മാത്രമല്ല അതിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കുക. ഒരു സർവീസ് കിട്ടുമ്പോൾ നമ്മളത് എത്രയും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. ആദ്രിതോ, വിശ്വാസത്തോടു കൂടി, അനുമോദിതോ, ആരെങ്കിലും ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തി ആ രീതിയിൽ നമ്മൾ ഭക്തിയിലേക്ക് ഉയരുമ്പോൾ ഈവൻ എന്താണ് ദേവന്മാരെയും മറ്റുള്ള വ്യക്തികളോടൊക്കെ പോലും അസൂയുള്ളവർക്ക് പോലും ഭക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഡിവോഷണൽ സർവീസിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഭക്തിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഭക്തിയുടെ സേവനം അതീന്ദ്രിയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണ് ഫലമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഏവേ ഭഗവതോ പ്രോക്ത. അപ്പൊ അതുകൊണ്ട് ഈ ഭക്തിയെ പറ്റി എന്താണ് ഭക്തി എന്നുള്ളവരെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഉപായ ഈ ആത്മലത്തെ, ആത്മസാക്ഷാത്കാരത്തെ ഏറ്റവും എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗമാണ് ഭക്തി. ആ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അജ്ഞസ പുംസ അഭിദുഷ വിധി ഭാഗവത ഹിത. ഭഗവാൻ പറഞ്ഞിട്ടുള്ള അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവതാൻ ഹിതൻ, ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഭക്തി. ധർമ്മം, അധർമ്മമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്താണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ്. അതായത് നമ്മൾ കേൾക്കുന്ന ഭഗവത് ധർമ്മം, സാക്ഷാൽ ഭഗവത് പ്രണീതം, നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ, ധർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ ആക്ച്വലി അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവതാൻ ഹിതൻ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, ധർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരാൾ ഇത് അറിയണം, ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ആ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് ശരിക്കും ഇപ്പം ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഭക്തി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ ഭക്തി ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഒരു ഭഗവാന്റെ തന്നെ പ്രതിനിധിയിൽ നിന്ന് നമ്മളത് പഠിച്ച് അത് പ്രാവർത്തികമാക്കണം. അപ്പൊ അങ്ങനെ ശരിക്കുള്ള പരിശുദ്ധ ഭക്തി ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് അതാണ് അടുത്ത ശ്ലോകത്തിൽ 11ാമത്തെ സ്ഥാനത്തില് 2ാമത്തെ അധ്യായത്തില് കുറെ പ്രധാനപ്പെട്ട ഭക്തിയുടെ കാര്യങ്ങളെ പറ്റി പറയുന്നത്. കാരണം നിമി മഹാരാജിന്റെ വീട്ടിൽ ഈ നവ യോഗേന്ദ്രന്മാർ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിലേക്ക് അതേപൂർവം സ്വീകരിച്ച് ആസനമൊക്കെ നൽകി അവിടെ ഇരുത്തിയ ശേഷം അത് അവരോട് ചോദിക്കാനാണ്. അത് ആത്യന്തികം ശ്രേഷ്ഠം. അതായത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഉച്ചാമി മഹർഷിമാരെ, പാപരഹിതമായിട്ടുള്ള മഹർഷിമാരെ ഒരാളുടെ ജീവിതത്തിൽ അത് ആത്യന്തികം ശ്രേയസ്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള കാര്യം എന്താണ്? പൂച്ചാമി പവ അനു മയാനക. മയാനക എന്ന് പറഞ്ഞാൽ പാപരഹിതൻ. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാന്റെ പരിശുദ്ധ പ്രതിനിധിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അഡ്രസ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഉള്ള പാപരഹിതനായിട്ടുള്ള എന്താണ് വിശിഷ്യ യോഗേന്ദ്രിയ മഹർഷിമാരെയും ഒരാളുടെ ജീവിതത്തിൽ അത്യന്തികമായിട്ട് അറിയേണ്ട കാര്യത്തിൽ പറഞ്ഞു തരണം. അങ്ങനെയാണ് അദ്ദേഹം ഭക്തിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന്. അപ്പൊ ആ ഭക്തി നമ്മള് ജീവിതത്തിൽ അത് കേട്ട് അത് പഠിച്ച് നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് വിശ്വാസത്തോടുകൂടി നമ്മൾ അത് ചെയ്യുമ്പോൾ അത് പരിശുദ്ധ ഭക്തി സേവനമായി. അതാണ് അതിന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് നമ്മൾ അങ്ങനെയുള്ള ഭക്തി നമ്മള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഞാൻ ആസ്ഥായ നരോരാജൻ പ്രമാദത്തെ കർഹിച്ച് ഒരാളെ ഈ പരിശുദ്ധ ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ജീവിതത്തിൽ ഒരു സമയത്തും സംഭ്രമം ഉണ്ടാകില്ല. ആദ്യത്തെ ക്വാളിറ്റി ഇൻ എനി സർക്കംസ്റ്റാൻസസ്. അതാണ് ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. ഭക്തി ശരിക്കുള്ള ഭക്തി കേട്ട് അത് പഠിച്ച് നമ്മുടെ വിശ്വാസത്തോടുകൂടി അത് അനുഷ്ഠിക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ഒരു പ്രമാദെ കർഹച്ചിത്. He never bewildered, never get tense anytime. അതാണ് ഭക്തി സേവനം കേട്ട് വിശ്വാസത്തോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ജീവിതത്തിൽ ഒരു സമയത്തും അദ്ദേഹം സംഭ്രമിക്കുന്നത് ഈ നെവർ ഗെറ്റ് ടെൻസ്. ഒരിക്കലും അദ്ദേഹം ജീവിതത്തിൽ സംഭ്രമിക്കുന്നില്ല. അദ്ദേഹം കണ്ണടച്ചോടിയാൽ പോലും അങ്ങനെ ഒരു വ്യക്തി കണ്ണടച്ചോടിയാൽ പോലും എന്താണ് ജീവിതത്തിൽ പതറുന്നില്ല, വഴുതി വീഴുന്നില്ല, ഒരിക്കലും അദ്ദേഹത്തിന് പതനം സംഭവിക്കുന്നില്ല. അപ്പൊ അതാണ് ഡിവോഷണൽ സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിമിലേന നേത്രേന, കണ്ണടച്ചുകൊണ്ട് ഓടിയ പോലും കലേന പതേന ഇഹ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭഗവാനെ പറഞ്ഞ കൂട്ട് അണ്ടർസ്റ്റാൻഡ് നമുക്ക് കാട്ടി തന്നതുപോലെ അദ്ദേഹത്തിനെ പോലെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവിക്കുക. ആ അവതാരത്തിൽ നമുക്ക് അദ്ദേഹം ഏത് രീതിയിലാണ് ഭഗവാനെ സെർവ് ചെയ്തത്, നമ്മൾ എന്തിനാണ് അത് കണ്ടുപഠിച്ച് നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ അങ്ങനെ ഒരു ഭക്തനെ ജീവിതത്തിൽ എന്താണ് നിമിലേന നേത്രേനാണ്. കണ്ണടച്ച് ഓടിയാൽ പോലും അദ്ദേഹം എന്താണ് പതറുന്നില്ല, താഴെ വീഴുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് അതിനുള്ള അതിന്റെ നമ്മുടെ ആദ്യ ഗുരുവാണ് ആക്ച്വലി അനന്തശേഷൻ. നമ്മുടെ ശേഷായി എന്ന് വിളിക്കുന്ന അനന്തശേഷൻ. അദ്ദേഹത്തിന്റെ സർവീസ് എൻഡ്ലെസ് സർവീസാണ്. ഇവൻ ഈസ് യൂസിങ് ഹിസ് thousands of mouths glorifying Krishna, never stop. It is continuous still, and is Ananda Shayan. No, so where his Lord is staying down. He lay down his bed. His service also endless. So like that, everything what is endless. That is why it is called Ananda. He is doing endless devotional service. So to seeing his endless devotional service, we also put in our daily practice. So then such person never fall down in devotional service. So I concluding, ഞാൻ ഇതിലൂടെ സംവദിക്കുകയാണ്. സംശയം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അഹോബിലെ യാത്രയൊക്കെ?
ഹരേ കൃഷ്ണ. ചില ഗുരുദേവിക്ക് പ്രഭുപാദത്തിൽ താങ്ക് യു പ്രഭുജി. നന്ദി പ്രഭുജി. വളരെ നല്ല ക്ലാസ്. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഓഫ് ചെയ്തോളൂ, ഓഫ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് എത്രയാ വായിച്ചേ? 121 വരെ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ.